ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബെൽസിയ ബാബു. എൻ്റെ വീട്ടുപേര് കിഴക്കേ ചേരാടി. ഞാൻ കാറ്റഗറി 4 ഉൾപ്പെടുന്നു. എൻ്റെ ഇടവക പാലാ രൂപതയിലെ പട്ടിത്താനത്തുള്ള സെൻറ് തോമസ് ചർച്ച് രത്നഗിരിയാണ്. മത്തായി 3:2 മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 5:3 ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. മത്തായി 6:4 രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. റോമ 13:14 പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. 1 കൊറിന്തോസ് 3:7 അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. 1 കൊറിന്തോസ് 5:13 പുറമേയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും, ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. ലൂക്ക 16:17 നിയമത്തിൽ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. ലൂക്ക 17:2 ഈ ചെറിയവരിൽ ഒരുവരിന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. മർക്കോസ് 9:43 നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. മർക്കോസ് 9:45 നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക. മത്തായി 7:1 വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. മത്തായി 10:30 നിന്റെ തലയിലെ ഓരോ മുടിയിലെയും എണ്ണപ്പെട്ടിരിക്കുന്നു. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മർക്കോസ് 3:24 അന്തചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല. മർക്കോസ് 3:25 അന്തചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. ലൂക്ക 1:47 എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 6:48 ഞാൻ ജീവന്റെ അപ്പമാണ്. യോഹന്നാൻ 20:28 തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:42 അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പസ്തോല പ്രവർത്തനം 16:31 അവർ പറഞ്ഞു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. റോമ 6:23 ദൈവത്തിൻ്റെ ദാനമാകട്ടെ കർത്താവ് യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. 1 കൊറിന്തോസ് 12:27 നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. 1 കൊറിന്തോസ് 15:21 ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. 2 കൊറിന്തോസ് 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഗലാത്യ 5:22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ആത്മാവിൻ്റെ ദാനങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഫിലിപ്പി 2:16 നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. എഫേസ്യസ് 6:1 കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. മത്തായി 12:8 നിങ്ങളുടെ കർത്താവ് സാബത്തിൻ്റെയും കർത്താവാണ്. യോഹന്നാൻ 10:11 ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു.